സമീപകാല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സമാനതകളില്ലാത്ത വിജയക്കൊടി പാറിച്ച ഒരു പാരഡി ഗാനമാണ് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് ഗാനത്തിനും അപ്പുറം രാഷ്ട്രീയ വിമർശനവും ജനകീയ വികാരവും ഇഴചേർന്ന ഈ ഗാനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച ഓളവും അതിനെ തുടർന്നുണ്ടായ നിയമപരമായ വിവാദങ്ങളും സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. വെറും ഒരു പ്രചാരണോപാധി എന്ന നിലയിൽ നിന്ന് മതവികാരം വ്രണപ്പെടുത്തിയെന്ന ഗുരുതരമായ ആരോപണത്തിലേക്ക് ഗാനം എത്തി നിൽക്കുന്നതിന്റെ വിശദാംശങ്ങൾ ശ്രദ്ധേയമാണ്. ഈ പാരഡി ഗാനത്തിന്റെ പിറവിക്ക് പിന്നിലെ പ്രധാന കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്വർണ്ണക്കൊള്ള ആരോപണങ്ങളാണ്. ഹിന്ദു വിശ്വാസികളെയും അയ്യപ്പ ഭക്തരെയും അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു വിഷയമായിരുന്നു ഇത്. ഭക്തിയുടെയും ആചാരങ്ങളുടെയും കേന്ദ്രമായി കരുതപ്പെടുന്ന ശബരിമലയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന ഈ സാമ്പത്തിക ക്രമക്കേട് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഗാനത്തിന്റെ രചയിതാവായ GP കുഞ്ഞബ്ദുള്ള തന്നെ ഈ വികാരമാണ് ഗാനരചനയ്ക്ക് പ്രചോദനമായതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. വിശ്വാസികളുടെ നെഞ്ചു പിളർക്കുന്ന വേദനയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അത് എന്റെ മനസ്സിനെയും വല്ലാതെ വേദനിപ്പിച്ചു. ആ വേദനയിൽ എഴുതിയ പാട്ടാണത്, കുഞ്ഞബ്ദുള്ള പറയുന്നുണ്ട്. ഒരു കലാസൃഷ്ടി എന്നതിലുപരി ഒരു സാമൂഹിക വിമർശനം എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഗാനത്തെ കണ്ടത്. ജനങ്ങളുടെ മനസ്സിലെ പ്രതിഷേധത്തെ ലളിതമായ വരികളിലൂടെയും പരിചിതമായ ഈണത്തിലൂടെയും അവതരിപ്പിച്ചു എന്നതാണ് ഈ ഗാനത്തിന്റെ വിജയ രഹസ്യം. ഈ ഹിറ്റ് ഗാനത്തിന്റെ സ്രഷ്ടാവ് കേരളത്തിൽ രാഷ്ട്രീയ തിരക്കുകളിൽ മുഴുകി നടന്ന ഒരാളായിരുന്നില്ല, മറിച്ച് വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു പ്രവാസിയായിരുന്നു. കോഴിക്കോട് നാദാപുരം ചാലപ്പുറം സ്വദേശിയായ GP കുഞ്ഞബ്ദുള്ള 46 വർഷം മുമ്പ് ഖത്തറിലേക്ക് പോയ വ്യക്തിയാണ്. തന്റെ ജോലി തിരക്കിനിടയിലാണ് അദ്ദേഹം ഈ വരികൾ കുറിച്ചത്. ജനമനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞ പ്രശസ്തമായ അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ഈണമാണ് അദ്ദേഹം പാരഡിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്ത സ്വാമിയെ അയ്യപ്പോ എന്ന ഭക്തിഗാനങ്ങളുടെ ഈണത്തിൽ പകർത്തി എഴുതിയതിനാൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് ഈ ഗാനം പെട്ടെന്ന് ഏറ്റെടുക്കാൻ സാധിച്ചു. കുഞ്ഞബ്ദുള്ളയുടെ സുഹൃത്തായ ഹനീഫ മുടിക്കോടനാണ് ഈ വരികൾക്ക് സംഗീതം നൽകി പാട്ടാക്കി മാറ്റിയത്. പിന്നീട് ഡാനിഷ് കൂട്ടിലങ്ങാടി ഈ ഗാനം ആലപിക്കുകയും അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. വീഡിയോ ചിത്രീകരണം CMS മീഡിയയും നിർമ്മാണം സുബൈർ പന്തല്ലൂരും നിർവഹിച്ചു. യൂട്യൂബിൽ 2 ദശലക്ഷം കാഴ്ചക്കാരെ നേടിയ ഈ ഗാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ട്രെൻഡ് സെറ്ററായി മാറി. കേരളത്തിലെ MP മാർ ലോക്സഭയുടെ പ്രവേശന കവാടത്തിൽ ഈ ഗാനം പാടിയത് ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ ആകർഷിച്ചു. പ്രാദേശിക തലത്തിൽ പിറവിയെടുത്ത ഈ പാരഡി ഗാനം കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. GP കുഞ്ഞബ്ദുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി പ്രത്യേകമായി എഴുതിയതല്ല ഈ ഗാനം. യൂത്ത് കോൺഗ്രസുകാർക്കും യൂത്ത് ലീഗുകാർക്കും എല്ലാം ആദ്യം അയച്ചു കൊടുത്തെങ്കിലും ആരും ഇത് കാര്യമായി പരിഗണിച്ചിരുന്നില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പാട്ടിന്റെ ജനകീയത തിരിച്ചറിഞ്ഞതോടെ UDF-ഉം NDA-യും സംസ്ഥാന വ്യാപകമായി ഈ ഗാനം തിരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റെടുത്തു. ശബരിമല വിഷയം സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ പ്രതിപക്ഷം ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നായി ഈ പാരഡി ഗാനം മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിന്റെ കേരളത്തിലെ ആണിക്കല്ലായി ഈ പാരഡി ഗാനം വിലസിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗാനം വൻ വിജയമായെങ്കിലും അതിനെ തുടർന്ന് നിയമപരമായ നടപടികളും വിവാദങ്ങളും ഉടലെടുത്തു. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയാണ് ഗാനത്തിനെതിരെ DGP-ക്ക് പരാതി നൽകിയത്. പരാതിയുടെ കാതൽ ഇതാണ്: മനോഹരവും ഭക്തി നിർഭരവുമായ ഒരു ഭക്തിഗാനത്തെ രാഷ്ട്രീയ ലാഭത്തിനായി വികലമായി ഉപയോഗിച്ചു. ഇത് ഭക്തരെ അപമാനിക്കുന്നതിനും വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിനും കാരണമായി. അതിനാൽ പാട്ടുടൻ പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ CPM-ഉം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഗാനം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് CPM-ഉം ആരോപിച്ചു. രാഷ്ട്രീയ എതിരാളികൾ പോലും ഈ ഗാനത്തിനെതിരെ തിരിഞ്ഞത് ഇതിന്റെ വിവാദപരമായ ഉള്ളടക്കത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. DGP-ക്ക് കൈമാറിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പാരഡിപ്പാട്ടിലെ പരാമർശങ്ങൾ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണോ എന്ന് പരിശോധിക്കുക എന്നതാണ് അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഈ വിഷയത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ നിയമപരമായ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. നിയമോപദേശത്തിന് ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ്. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും മതവികാരത്തിന്റെയും അതിർവരമ്പുകൾ എവിടെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള നിയമപരമായ പരിശോധനയിലേക്കാണ് ഈ വിവാദം ഇപ്പോൾ നീങ്ങുന്നത്. ഗാനത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയ വിമർശനമായിരുന്നുവെങ്കിലും അത് വിശ്വാസത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുവോ എന്ന ചോദ്യത്തിന് നിയമപരമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്.